ഗുഡ് ഈവനിങ് ടീം. നമ്മൾ കഴിഞ്ഞ ദിവസം എങ്ങനെയൊക്കെയാണ് നമ്മുടെ മെത്തേഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ചെറിയൊരു സ്കീമിനെ കുറിച്ച് മാത്രമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇയർലി അടയ്ക്കുന്ന ബിസിനസ്സുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ആ ഇയർലി അടയ്ക്കുന്നത് നമുക്ക് 12,000 ഉണ്ട്, 24,000 ഉണ്ട്, 36,000 ഉണ്ട്, 60,000 ഉണ്ട്, അങ്ങനെ കയറി വരും. ഇയർലി ബിസിനസ് ചെയ്യുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈവൻ ഒരു 60,000 രൂപ ഇയർലി ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിന് 6 അടവ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ സ്കീം പൂർണ്ണമായിട്ട് അടച്ചു തീർക്കാനായിട്ട് പറ്റും. ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ 60,000 രൂപ അടയ്ക്കുന്നയാൾക്ക് 5,000 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എത്ര അടയ്ക്കുന്നുള്ളൂ? 60,000 2,500 ഡിസ്കൗണ്ട് ഉണ്ട്. 57,500 രൂപ വെച്ച് അടയ്ക്കണു. 6 അടവ് അടയ്ക്കണു. ടോട്ടലി അടയ്ക്കേണ്ടത് 3,60,000 ആണെങ്കിൽ അദ്ദേഹം അടയ്ക്കുന്നത് എത്രയാണ്? 3,45,000 രൂപ അടയ്ക്കണം. ഈ 3,60,000 രൂപ അടച്ച ആൾക്ക് 5,23,700 രൂപയാണ് എന്ത് ചെയ്യുന്നത്? മെച്യൂരിറ്റി ആയിട്ട് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ടോട്ടലി 5,23,700 കിട്ടുമ്പോൾ അദ്ദേഹം ടോട്ടലി എത്ര അടച്ചിട്ടുള്ളൂ? 3,60,000 അടയ്ക്കണം എന്നുണ്ടെങ്കിൽ 3,45 അദ്ദേഹം അടച്ചിട്ടുള്ളൂ. 3,45 അടച്ച ആൾക്ക് 5,23,700 കൊടുക്കുമ്പോൾ 1,63,700 രൂപ എന്താണ് അധികമായിട്ട് ലഭിക്കുകയാണ്. ഇത് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഏകദേശം 150% മേലെയായിരിക്കും ആ എമൗണ്ട് എന്ന് പറയുന്നത്. അടയ്ക്കുന്ന എമൗണ്ടിനേക്കാളും 50%-ലധികം എന്ത് കിട്ടുന്നുണ്ട്? റിട്ടേൺ അവർക്ക് കിട്ടുന്നുണ്ട്. അത് 6ാമത്തെ വർഷം കിട്ടുകയാണ്. ഈവൻ ഒരു വയസ്സുള്ളൊരു കുട്ടിയുടെ പേരിൽ ഒരച്ഛൻ 60,000 രൂപ വെച്ച് അടയ്ക്കുക. 6ാമത്തെ വയസ്സാകുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3,60,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 5,23,700 രൂപ ആർക്ക് കിട്ടുന്നു? ഈ കുട്ടിയുടെ പേരിൽ മെച്യൂരിറ്റി ആവുന്നു. അറ്റ് ദ സെയിം ടൈം തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അത് വിഡ്രോ ചെയ്യുന്നില്ല എങ്കിൽ ഒന്നുകിൽ ഇയർലി റിട്ടേൺ ആയിട്ട് വാങ്ങാം, ഓരോ വർഷവും അതിൻ്റെ റിട്ടേൺ വാങ്ങാം. ഇല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്തിട്ട് FD ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. കുട്ടിക്ക് 6 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ കുട്ടിയുടെ 12ാമത്തെ വയസ്സിലേക്കാകുമ്പോൾ അത് ഏകദേശം 10 ലക്ഷത്തിലും അധികമാവും. അതേസമയം കുട്ടിക്ക് ഒരു 18 വയസ്സായിട്ടേ എടുക്കുന്നുള്ളൂ എങ്കിൽ 20 ലക്ഷത്തിലധികം രൂപ അദ്ദേഹത്തിന് അവിടെ ഓൾറെഡി മെച്യൂരിറ്റി ആയി കിടക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ 18 വയസ്സിൽ എടുക്കുന്ന കുട്ടിയുടെ വിവാഹ സമയത്ത് 24ാമത്തെ വയസ്സിലാണ് എടുക്കുന്നത് എങ്കിൽ അത് ഏകദേശം 40 ലക്ഷത്തിലധികം രൂപയായിരിക്കും. നമ്മൾ ആകെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 3,60,000 രൂപ. 6 അടവേ ആ സാർ അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇയർലി സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് പറയാം, 72 മാസം അടയ്ക്കുന്നു, മന്ത്ലി എന്നുള്ള രീതി മാറ്റിയിട്ട് ഇയർലി സാർ ഒരടവ് അടയ്ക്കുന്നു. സാർ 6 വർഷം സാറിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സമയത്ത് സാർ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ എമൗണ്ട് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും അല്ലെങ്കിൽ ബിസിനസ്സിനോ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക. ഓക്കെ.